മാനന്തവാടിയിലും പനമരത്തും കബനി നദിയുടെ ഓരങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ വയനാട്ടിലെ പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും വരുന്ന ഒരു വാർത്ത ബീച്ചനഹള്ളി ഡാം തുറക്കാത്തത് കൊണ്ടാണ് വെള്ളപ്പൊക്കം രൂക്ഷമാക്കിയത്. എന്തുകൊണ്ടാണ് പത്രവാർത്തകൾ ശാസ്ത്രീയമായി തെറ്റാകുന്നത്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം വെച്ച് നോക്കിയാൽ മാനന്തവാടി 760 മീറ്റർ, കബനി ഡാം ബീച്ചനഹള്ളി 696 മീറ്റർ, അതായത് മാനന്തവാടിയേക്കാൾ ഏകദേശം 64 മീറ്റർ 200 അടിയോളം താഴെയാണ് കബനി ഡാം സ്ഥിതി ചെയ്യുന്നത്. വെള്ളം എപ്പോഴും ഉയർന്ന സ്ഥലത്ത് നിന്നും താഴ്ന്ന സ്ഥലത്തേക്ക് മാത്രമേ ഒഴുകുകയുള്ളൂ. 696 മീറ്റർ ഉയരത്തിലുള്ള ഒരു അണക്കെട്ടിലെ വെള്ളം നിറഞ്ഞ് പുറത്തോട്ട് തള്ളി 60 മീറ്ററോളം ഉയരത്തിലുള്ള മാനന്തവാടി നഗരത്തിലേക്ക് കയറുക എന്നത് ഭൂമിശാസ്ത്രപരമായും ശാസ്ത്രീയമായും പൂർണ്ണമായും അസാധ്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് മഴക്കാലത്ത് മാനന്തവാടിയിലും പനമരത്തും വെള്ളം പൊങ്ങുന്നത്? വയനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് പിന്നിൽ മറ്റു ചില പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, നദിയുടെ സ്വാഭാവികമായ ചെരിവും ഡ്രെയിനേജും. വയനാട് പീഠഭൂമിയിലൂടെ ഒഴുകുന്ന മാനന്തവാടി പുഴ, പനമരം പുഴ എന്നിവയ്ക്ക് സമതല പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന നദികളുടെ സ്വഭാവമുണ്ട്. ഇവിടെ നദീതടത്തിന് വലിയ ചെരിവില്ല. അതിനാൽ കനത്ത മഴ പെയ്യുമ്പോൾ വെള്ളം വേഗത്തിൽ ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്നു. 2, നദീതടങ്ങളിലെ തടസ്സങ്ങളും മണ്ണൊലിപ്പും. വർഷങ്ങളായി പുഴകളിൽ എക്കലും മണ്ണും അടിഞ്ഞുകൂടി പുഴയുടെ ആഴം കുറഞ്ഞു. കൂടാതെ പുഴയോരങ്ങളിലെ കയ്യേറ്റങ്ങളും നിർമ്മാണങ്ങളും കാരണം വെള്ളത്തിന് സുഗമമായി ഒഴുകാൻ കഴിയുന്നില്ല. 3, അതിതീവ്ര മഴ. ബാണാസുര സാഗർ, ബ്രഹ്മഗിരി, ബാണാസുര മലനിരകൾ എന്നിവിടങ്ങളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെയ്യുന്ന കനത്ത മഴ പുഴകൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അധികം വെള്ളം എത്തിക്കുന്നു. എന്തുകൊണ്ട് മാധ്യമങ്ങളിൽ ഇത്തരം വാർത്തകൾ വരുന്നു? ബാണാസുര സാഗർ ഡാമുമായി തെറ്റിദ്ധരിക്കുന്നത്. മാനന്തവാടിയുടെ അടുത്ത് വളരെ ഉയർന്ന പ്രദേശത്ത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 750 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ബാണാസുര സാഗർ ഡാമാണ്. കരമാൻ തോട് പനമരം പുഴയുടെ പോഷക നദി. ബാണാസുര സാഗറിന്റെ ഷട്ടറുകൾ തുറക്കുമ്പോൾ പനമരം, പുൽപ്പള്ളി, മാനന്തവാടി മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാറുണ്ട്. ഈ വാർത്തകളെ കർണാടകയിലെ കബനി ബീച്ചനഹള്ളി ഡാമുമായി ജനങ്ങളും മാധ്യമങ്ങളും പലപ്പോഴും തെറ്റിദ്ധരിച്ച് കുഴപ്പത്തിലാക്കാറുണ്ട്. അടുത്തത് സെൻസേഷണലിസവും വിവരക്കുറവും. കാവേരി നദീജല തർക്കം നിലനിൽക്കുന്നതിനാൽ കർണാടക ഷട്ടർ തുറക്കാത്തതാണ് വയനാട്ടിലെ പ്രളയത്തിന് കാരണമെന്ന രീതിയിലുള്ള വാർത്തകൾക്ക് പെട്ടെന്ന് പൊതുജന ശ്രദ്ധ കിട്ടും. മാധ്യമപ്രവർത്തകർ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയര വ്യത്യാസം കണക്കിലെടുക്കാതെ വാർത്തകൾ തയ്യാറാക്കുന്നതാണ് ഇതിന് കാരണം.